വനമേഖലയോട് ചേർന്നുള്ള റോഡുകളുടെയും ഫെൻസിംഗുകളുടെയും സമീപത്തെ അടിക്കാടുകൾ വെട്ടുന്ന ജോലി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കും. ജില്ലാതല നിയന്ത്രണ സമിതി യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ഫെൻസിംഗ് പദ്ധതികളിൽ കൃത്യമായ മേൽനോട്ടം ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായാണ് ജില്ലാതല നിയന്ത്രണ സമിതിയുടെ യോഗം ചേർന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ നടപ്പിലാക്കുന്ന ഫെൻസിംഗ് പദ്ധതി ഉൾപ്പെടെയുള്ളവയിൽ കൃത്യമായ മേൽനോട്ടം ഉറപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഇതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട ഏജൻസികളുടെയും കരാറുകാരുടെയും യോഗം വിളിക്കും. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന റോഡുകളുടെയും ഫെൻസിംഗുകളുടെയും സമീപത്തുള്ള അടിക്കാടുകൾ വെട്ടിമാറ്റണം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ വനം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത മേഖലകളിൽ എത്രയും വേഗം കൂടുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. പാമ്പുകടിക്കെതിരെയുള്ള ആന്റിവനത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കും. ആന്റണി ജോൺ, റോജി എം ജോൺ എന്നീ MLA-മാരും ജില്ലാ കളക്ടർ ജി പ്രിയങ്കയും വിവിധ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.